ഗുഡ് മോർണിംഗ് കർണാടക. നമ്മളിപ്പോൾ കർണാടകയിൽ ഒരു ഉൾഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സ്ഥലപ്പേരൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇന്നലെ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്ത് ഇങ്ങനെ ഒരു വയലിൻ്റെ നടുക്കാണ്. ഇതിന് നടുക്കോട് റോഡ് പോകുന്നുണ്ട്. ഇവിടെ കിഴക്ക് സൂര്യനുദിച്ച് വരുന്നു. ഈ സ്ഥലപ്പേര് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഹംപി ഇവിടുന്ന് ഹംപിക്ക് ഏകദേശം ഒരു 10-20 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. 20 ഒരു 25 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഹംപിക്ക്. ഇവിടുത്തെ എനിക്ക് ഈ പാറക്കൂട്ടങ്ങളാണ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇങ്ങനെ ഉരുളൻ കല്ലുകൾ, ഈ ചെറുതും വലുതുമായിട്ടുള്ള ഉരുളൻ കല്ലുകളുടെ വലിയൊരു പാറക്കൂട്ടം. ഇവിടുത്തെ ഗ്രാമീണരുടെ വണ്ടിയാണിത്. ഒരാൾ ഒരു തോട്ടിയും അരിയൊക്കെ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇപ്പോൾ പോയി. ഇന്നത്തെ നമ്മുടെ പ്ലാന് ഹംപി എന്ന് പറയുന്ന വളരെ പഴക്കം ചെന്ന പുരാതന നഗരങ്ങളും ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് കാണുക വളരെ വിശദമായിട്ട്. അതിനുശേഷം നമ്മൾ പോകുന്നത് ചിക്കമംഗ്ലൂരാണ്. ചിക്കമംഗ്ലൂർ എന്ന് പറയുമ്പം 290 കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് ഈ സാധനമൊക്കെ ഒന്ന് പെറുക്കി വെച്ചിട്ട് നേരെ യാത്ര നടത്താം. എനിക്ക് തോന്നി ഈ നിലമൊക്കെ ഉഴുതു മറിച്ചിട്ടേക്കുക. അപ്പോൾ അതിനകത്തോട്ട് ഈ വെള്ളം എന്താണ് വകഞ്ഞു കീറി വിടുന്ന പരിപാടി ഇപ്പം നടക്കുന്നത്. വേണ്ട ഇതുപോലെ വെള്ളം ഈ കനാലിൽ നിന്ന് വരുന്ന വെള്ളം ഇത്. കർണാടകയിലെ ഉൾഗ്രാമങ്ങൾ. ഇതൊരു റിസോർട്ടാണെന്ന് തോന്നുന്നു. ഞാറ് നടാനുള്ള തൊഴിലാണിത്. ഇതെന്തോ ഇതൊരു തൊഴുത്താണ്. ഇതൊക്കെ അങ്ങനെ ഉഴുതു മറിച്ചിട്ട് വെള്ളം കയറ്റി വിട്ട് ഞാറ് നട്ടിരിക്കുന്നതാണ്. ഇതുണ്ട്, ഇതാണ് കനാല്. ഈ ഗ്രാമത്തിൻ്റെ നടുക്കോടെ പോകുന്നൊരു കനാലാണിത്. എന്താ പറയുക, ഉരുളൻ കല്ലുകളാന്ന് നോക്കിയാൽ എന്നാ ഉരുളൻ കല്ലുകൾ. ഇത് അടുത്ത് കാണുമ്പോൾ ഇത്രയും വലുപ്പമാണ്. ഇതാണ് അപ്പുറത്ത് നമ്മൾ കണ്ട ഓരോ മലയുടെ മുകളിലിരിക്കുന്ന കല്ലുകൾ. ഒരു കരിക്ക് പിടിച്ചിട്ട് പോവാ. ഇത്ര ഉൾഗ്രാമങ്ങളിൽ പോലും ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നുണ്ട്. നീർ രാവിലെ കരിക്ക് കുടിച്ച എനർജിയായി. ഒരു റെഡ് ബുള്ളിൻ്റെ ഗുണമാണ്. ഹംപിയിലോട്ടുള്ള ട്രാഫിക്കാണ് ഇത്. ഇവിടെ നേരത്തെ ഒരു 13 കിലോമീറ്റർ ഉണ്ട് ഹംപിക്ക്. എനിക്ക് ഈ സൈഡിൽ കൂടെ ഒരു കനാല് പോകുന്നുണ്ട്. ആ കനാലിൻ്റെ സൈഡിൽ കൂടെ ഉള്ളൊരു വഴിയാണ്. ഇവിടെ വാഴക്കൃഷിയാണ് കൂടുതൽ. ഉണ്ടാ ഇതിന് ചുറ്റിലും താഴെ തന്നെ, താഴെ മുകളിലും ഒക്കെ തന്നെ ഇവിടെ വാഴയാണ് കൃഷി.
ഞാലിപ്പൂവൻ വാഴ തോന്നുന്നു. ഇത് പകുതിയും പൊളിഞ്ഞ് തകർന്നൊരു കെട്ടിടം കാണാം. ഇവിടെ നിന്നാണ് വെള്ളം വരുന്നത്. ഹായ്, magnet. ഹംപിയിലെ ആ പുരാതന നഗരത്തിൻ്റെ ഒരു പാറയുടെ അടിയിലായിരിക്കുന്നത്. വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ഇച്ചിരി തണലിന് വേണ്ടി ഇരിക്കുകയാണ്. നല്ല വെയിലാണ് ഇപ്പോൾ. ഇവിടെ ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട് സമയം. ഒരുപാട് സ്കൂൾ കുട്ടികളെ ഈ നഗരം കാണിക്കാൻ വേണ്ടി സ്കൂളിലെ എക്സിബിഷനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഹംപിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1336 1565 ഇടയിലുണ്ടായിരുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു വ്യാവസായിക സാംസ്കാരിക നഗരമായിരുന്നു ഈ ഹംപി. 16-ാം നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും സമ്പന്നമായിട്ടുള്ളൊരു നഗരം. ആ കാലഘട്ടത്തിൽ വ്യാപാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മിഡ് പോയിൻ്റ് ആയിരുന്നു ഹംപി എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുള്ള ഏതാണ്ട് ഒരു 2000 വർഷത്തെ ചരിത്രം പറയുന്ന ഒരു വലിയൊരു നഗരം. ഇപ്പോഴും അതിൻ്റെ ഒരുപാട് ശേഷിപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയൊരു കാര്യം, അതായത് ഇവിടെ ഓരോ കെട്ടിടങ്ങൾ നിർമ്മിച്ചതാണെങ്കിലും ഓരോ കെട്ടിടവും അല്ലെങ്കിൽ ഓരോ നിർമ്മിതിയും കല്ലുകൾ കൊണ്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളൊരു രീതിയാണ്. ഇപ്പോൾ നമ്മൾ വന്ന വഴിക്ക് 1-2 കെട്ടിടങ്ങൾ, ഒരു ക്ഷേത്രങ്ങൾ പോലെ നമ്മൾ കണ്ടു. അപ്പോൾ അത് ഒരു പാറയുടെ പുറത്ത് വേറൊരു പാറ, അത് പ്രത്യേക രീതിയിൽ കൊത്തി അതൊരു ലോക്ക് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു കെട്ടിടം, എൻ്റെ തൊട്ട് മുമ്പിൽ ഒരു കെട്ടിടം കൂടെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ 4 തൂണുകളും അതിൻ്റെ മേളിൽ അത് പല കഷ്ണങ്ങളാണിത്, പല കഷ്ണം പാറകളാണ്. അതിനെ 4 തൂണുകൾ വെച്ച് അതിനെ ലോക്ക് ചെയ്താണ് ഇത് വെച്ചിരിക്കുന്നത്. ഒരുപാട് സ്വദേശികളും വിദേശികളായിട്ടുള്ള ആൾക്കാർ ഇത് കാണാൻ വരുന്നു. വലിയൊരു ഏരിയ ഉണ്ടെന്ന് തോന്നുന്നു, വലിയൊരു ഏരിയ. ഇപ്പം നമ്മൾ വന്ന വഴിക്ക് കുറേ പാറമലകൾ കണ്ടില്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഒരു മലയായിരിക്കും ഇത്. അപ്പോൾ ആ പാറകളൊക്കെ നിർമ്മിച്ചെടുത്ത ഒരു നഗരമായിരിക്കാം.
കാരണം ഇവിടുത്തെ ക്ഷേത്രം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കും. ഇൻക്രെഡിബിൾ. ആ വാസ്തുവിദ്യാ ശില്പം കൊണ്ട് ഹംപി എന്നെ അത്ഭുതപ്പെടുത്തി. വാഴക്കൊലകൾ. ഇത് കറക്റ്റാണ്. നമ്മളിവിടെ നേരെ മുകളിലോട്ട് പോകും. അപ്പോൾ നമുക്കിവിടുന്ന് പോകാം. ഞാനൊന്നും കഴിച്ചില്ല. രാവിലെ ഒരു കരിക്ക് കുടിച്ചാൽ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും കഴിക്കണം. സമയം 12 മണിയോട് അകത്താവാറായി. 12 മണിയായി. ആരും ഇല്ല ഇവിടെ. ഇതിൻ്റെ പണിക്കാർ മാത്രമേ ഉള്ളല്ലോ. सब्जी चाहिए सामान हाँ थाली हाँ हाँ थाली रेडी है ओके. ഒരു വെജിറ്റേറിയൻ താളി മീൽസ് കിട്ടി. ഇതെന്ത് സാധനമാണെന്ന് എനിക്കറിയില്ല. തൈരകറിയുണ്ട്, സാമ്പാറുണ്ട്, തക്കാളിക്കറി ഉണ്ട്, തൈര്. താളി മീൽസ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് 1:30 ഓ ഇനിയിപ്പം നമ്മുടെ മുമ്പിലുള്ള ദൂരം ചിക്കമംഗ്ലൂരിലേക്ക് 281 കിലോമീറ്ററാണ്. 281. ഓക്കെ. കരിമ്പ്. ഓ ഒരു രക്ഷയില്ലാതെ ഇവിടെ. ഓ ഈ ലോറിയെ മറ പിടിച്ച് കുറച്ച് നേരം പോവാ. നല്ല തണല്. ഓ ഈ വലിയ മലേനെ തുരന്നൊരു തുരങ്കം. ഓ കർണാടക ബസ്സും രാജസ്ഥാൻ ലോറിയും തമ്മിലുള്ള മൽപ്പിടുത്തമാണ്. ബലാബലം ബലാബലം. രൂപ. കടിക്കും, ഞാൻ കടിക്കും.
പാവം. പോട്രാ. ഇവിടെ കൂടുതലും കവുങ്ങാണ് കൃഷി ചെയ്യുന്നത്. കമുക്. ഈ അതൊക്കെ തെങ്ങ്, നെല്ലി. ഇവിടെ അത്യാവശ്യം പൊക്കമുള്ള കമുകുകളാണ്. മൈക്കിനത്ര വിളിച്ചു പറയുന്നത്. ചിക്കമംഗ്ലൂരിലേക്കുള്ള യാത്ര ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 5:30 ആയിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ഇനി ഏകദേശം ഒരു 122 കിലോമീറ്ററുകളുണ്ട്. നമ്മൾ ഹൈവേയിലൂടെ ഇപ്പോൾ ഏകദേശം ഒരു 200 കിലോമീറ്ററുകൾ അടുത്ത് നമ്മൾ ഓടി. ഇരുവശം വിജനമായിട്ടുള്ള ഹൈവേ ആണ്. ഹൈവേയുടെ ഇരുവശം ചില സ്ഥലത്ത് കൃഷികളുണ്ട്. ബാക്കി ഉള്ള ഭാഗം മൊത്തം ഇങ്ങനെ വിജനമായിട്ട് കിടക്കുകയാണ്. ഞാനാ ഇപ്പം ഇവിടെ ഹംപിന്ന് വരുന്നടാ. കന്നഡ. Now I am going to Chikmagalur. Chikmagalur. From Kerala. Yeah, I'm from Kerala. Is Kerala? Kerala? This is Kerala bike. Kerala bike. Where from? His brother from Kerala. Kerala. His brother. Okay, where? Kerala where? Kerala, Elli. We are. This place is our area. Native. Okay, see you again. See you again. Can I go? Okay, thank you. Chikmagalur. Hampi. Telugu. Sorry, I was just kidding. Okay. Where going? Changiri. Work here? Yeah. Okay. ഇവിടെ എന്ത് കിട്ടും നോക്കാം. फूड क्या? ऑमलेट नहीं, पानीपुरी उल्ली, एग राइस, हाँ अंडा राइस. हाँ पानीपुरी है. हाँ आपने 30 रुपीस फुल. हाँ गूगल पे. ओके. हाँ पानी. ओ
അങ്ങനെ ഹൈവേയുടെ കുറച്ച് ഉള്ളിലോട്ട് മാറി നമ്മളൊരു ടെൻ്റ് അടിച്ചു. ഇപ്പോൾ സമയം ഏകദേശം 10:30 ആയിട്ടുണ്ട്. വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്കൊന്നൊരു കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ലേക്കാണ്. മൊത്തം ഇരുട്ടാ, ഇവിടെ വെട്ടമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ ഈ യാത്ര. നിങ്ങൾക്ക് ഈ യാത്ര ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. അപ്പോൾ മറ്റൊരു യാത്രയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.